ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കാർപ്പറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ 2 കളറിലുള്ള പീസുകളാണ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് 2.5 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത്. 2 പീസ് നമ്മൾ 2.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ കണ്ടോ 2 സൈഡും അല്പം മടക്കി കൊടുക്കുക. കണ്ടോ, ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ഇതിനെ വീണ്ടും ഇതുപോലെ മടക്കി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, 2 സൈഡിലും നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക. ഈ ഒരു സൈഡും രണ്ടാമത്തെ സൈഡും നമ്മൾ ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള സൈഡും രണ്ടാമത്തെ സൈഡും നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റ് മടക്കി കൊടുത്ത് സ്റ്റിച്ചിങ് ചെയ്യുക. കേട്ടോ, നമ്മുടെ പീസ് ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ നിങ്ങൾക്കിത് ജോയിൻ്റ് അടിച്ച് നീളം കൂട്ടി ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ ഒരു ഭാഗം പതിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ 2 സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് നിങ്ങളുടെ നീളത്തിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പീസിൻ്റെ എത്രയാണോ നീളം അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, രണ്ടാമത്തെ സൈഡ് നമ്മളിത് ചെറിയ ചെറിയ പീസുകളും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളും സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ ചെറിയ നീളം കുറവുള്ള പീസുകളാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. കേട്ടോ, ഇത് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനനുസരിച്ച് നമുക്ക് രണ്ടാമത്തെ കളറും ഇതേ മോഡലിൽ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. കേട്ടോ, ഇതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മാറ്റ് തയ്ക്കുവാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ കേട്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസിൻ്റെ വിഡ്ത്ത് നമ്മൾ 15 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് നീളം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് കേട്ടോ 25 ഇഞ്ച് ലെങ്ത്താണ് ഇതിൻ്റെ നീളം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ നേരെ നീളം ഇതുപോലെ മടക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ വീണ്ടും വീതിയുടെ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്നു. കേട്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു കോൺ കണ്ടോ ഈ ഒരു 4 ഭാഗത്തിൻ്റെ കോണ് വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു ഭാഗമാണ് വരിക. നമുക്ക് 4 കോണും വരുന്ന ഭാഗമാണിത്. ഇതുപോലെ വെച്ച് ഇവിടെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് സ്ക്വയറിലും തയ്ച്ചെടുക്കാം, ഇതുപോലെ റൗണ്ട് ചെയ്തും തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ നീളത്തിൻ്റെ സെൻറ്റർ ഭാഗത്താണ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള പീസ് കണ്ടോ ഇത് നമ്മുടെ സെൻറ്റർ ഭാഗമാണ്. ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കണ്ടോ ഈ ഒരു കോണിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് നമ്മളിനി രണ്ടാമത്തെ പീസും സെയിം കളറിലുള്ള പീസ് തന്നെ വെച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഓരോന്നോരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നമുക്ക് ക്രോസോട് കൂടിയാണ് ഇതുപോലെയാണ് വെക്കുന്നത്. ക്രോസിലാണ് നമ്മൾ ഈ ഒരു പീസ് വെക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ക്രോസ് പീസിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ മടഞ്ഞെടുക്കുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ കളറിന് നമ്മളെടുക്കുന്ന രണ്ടാമത്തെ കളറിന് ഇതുപോലെ ഓരോന്നിൻ്റെയും ഇടയിൽ കൂടി ഇതുപോലെ കയറ്റി വെക്കുക. കണ്ടോ, ഇതുപോലെ ഇതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ചെറിയ പീസുകളും നമുക്ക് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കണ്ടോ അടുത്ത പീസ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസുകൾക്കിടയിൽ കൂടി കണ്ടോ നമ്മൾ അടിവശത്ത് വരുന്ന പീസിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ കയറ്റി വെക്കുക. നമ്മുടെ പാഴയൊക്കെ മടയുന്നത് പോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുപോലെ വെക്കേണ്ടത്. കണ്ടോ, ഇത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. കാരണം ഇത് ഇളകിപ്പോകും. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഓരോ ഭാഗവും ഇതുപോലെ പീസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ഇളകി പോകില്ല.
കണ്ടോ, ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിച്ച് അടുപ്പിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കും. കണ്ടോ, ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് അവിടെ നിർത്തുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പീസ് നമ്മൾ വെച്ച് കൊടുക്കുക. കണ്ടോ, ഓരോ പീസിൻ്റെയും ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിവിടെ നമ്മുടെ രണ്ടാമത്തെ പീസിൻ്റെ ഭാഗം കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടി കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെച്ച് മടഞ്ഞ് എടുക്കുക. കണ്ടോ, ഇവിടെ നിന്ന് നിങ്ങൾ ആ ഒരു പീസ് ഇപ്പോൾ വെച്ചതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല. കറക്റ്റ് നമ്മൾ ആ ഒരു ഒന്നിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് മടഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രം ഇത് നല്ല വൃത്തിയോടുകൂടി നല്ല ഭംഗിയോടുകൂടി ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കണ്ടോ, ഇതുപോലെ മടഞ്ഞ് വെക്കുക. കണ്ടോ, നമ്മളെ ഈ ഒരു വീതി ഇതുപോലെ മടഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഇഴകൾ ഉണ്ടാകും ഇതുപോലെ. അതുപോലെ തന്നെ പരമാവധി അടുപ്പിച്ച് വെക്കുകയും ചെയ്യുക. ടൈറ്റിൽ വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കണ്ടോ, രണ്ട് ഭാഗത്തുനിന്നും ഇതുപോലെ പീസുകൾ ഇതുപോലെ പീസുകൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഇളകി പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തുണിയുടെ നമ്മുടെ മാറ്റിൻ്റെ വീതിക്കനുസരിച്ച് തുണിയുടെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇളകിപ്പോകും, നമുക്ക് മടഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കേട്ടോ, ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഉൾവശത്തുള്ള പീസിനനുസരിച്ച് സൈഡിൽ കൂടി നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ മടയുന്ന സമയത്ത് തന്നെ നമ്മൾ പുറത്തേക്ക് അല്പം വെച്ചിട്ട് വേണം മടയാൻ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മുടെ ഈ ഉൾവശത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അവിടെ മടക്കി കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, ആ ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു മടക്കിയിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് കണ്ടോ, ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് കണ്ടോ, നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് മടക്കിയുള്ള പീസിൻ്റെ മുകളിലേക്ക് ഒരു 1-2 സ്റ്റിച്ച് 2 ഇഞ്ച് കൂടുതലിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു പീസിനെ കവർ ചെയ്തടിക്കുമ്പോൾ നമുക്ക് ആ സൈഡിലുള്ള തുണി പുറത്തേക്ക് വരില്ല. നമുക്ക് ആ ഒരു മടക്കിൽ കൂടി അത് കറക്റ്റ് കവർ ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു മാറ്റിനെ ഇതുപോലെ നമ്മുടെ നല്ല വശത്തേക്ക് മറിച്ച് വെച്ച് ഇവിടെ നിന്ന് നമ്മളിത് മടക്കി കണ്ടോ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്കിത് ഒരേ കളറിൽ വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചുള്ള വേസ്റ്റ് തുണി വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുത്ത് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു റൗണ്ട് ഭാഗമൊക്കെ കറക്റ്റ് മടക്കി കൊടുത്താൽ നിങ്ങൾക്കത് നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു മാറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.